പിൻവാതിലൂടെ ധാരണയുണ്ടാക്കി അങ്ങനെയാണ് വിമാനത്താവളം വരുന്നതെങ്കിൽ അത് വലിയ പ്രക്ഷോഭം കേരളത്തിൽ ക്ഷണിച്ചു വരുത്തും. ഫാദർ സിജോ പന്തപ്പള്ളിൽ, നിങ്ങളുടെ കൈവശമാണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും നിങ്ങൾ അവകാശപ്പെടുന്നു. ഫാദർ സിജോ, താങ്കൾക്ക് കേൾക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കാർ ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സർക്കാരിനോടുള്ള നിങ്ങളുടെ സമീപനം? ഇത്തരമൊരു ആവശ്യത്തിന് നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ഭൂമി വിട്ടുകൊടുക്കുകയാണോ ചെയ്യുക, അതോ അതിന് നഷ്ടപരിഹാരം നിങ്ങൾ ആവശ്യപ്പെടുമോ? എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലുള്ളൊരു സമീപനം? വേണു, ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല, ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. അതിന് ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, 2005 ഈ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങുന്നത്. അന്ന് ആ എസ്റ്റേറ്റിന് കൊടുത്ത പൈസ മുഴുവൻ മുദ്ര പേപ്പറിൽ കാണിച്ചുകൊണ്ട് കേരളത്തിലെ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് മേടിച്ചൊരു സ്ഥലമാണ്. അല്ലാണ്ട് ഞങ്ങൾ ചുമ്മാ എവിടെയെങ്കിലും കയറി പിടിച്ചെടുത്തൊരു സ്ഥലമല്ല ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മരം മുറിക്കരുത്, കൈമാറ്റം ചെയ്യരുത്, നികുതി ഈടാക്കാൻ കഴിയില്ല, ഈട് വെക്കരുത് തുടങ്ങിയിട്ടുള്ള സ്വാഭാവികമായൊരു തൽസ്ഥിതി ഉത്തരവ് ഹൈക്കോടതി നൽകി? നിങ്ങൾ ഈ പറയുന്ന അത്രയും നിയമപരവും തർക്കമറ്റതുമാണ്. ഇല്ല വേണു, തെറ്റാണ്. എൻ്റെ കയ്യിൽ അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ മരം മുറിക്കരുത് എന്ന് പറഞ്ഞതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോവുകയും ഞങ്ങൾ കെട്ടിവെച്ച 1 കോടി രൂപ സീനറേജ് പലിശ അടക്കം ഗവൺമെൻറ് തിരിച്ചു തരേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആ വിധി എൻ്റെ പകർപ്പാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. കൈമാറ്റം ചെയ്യാമോ? ആ പൈസ മുഴുവൻ നൽകുന്നുണ്ടോ? ഈട് വെക്കാം? അങ്ങനെ അല്ല, അപ്പം പറയുന്നത് കേൾക്കൂ. അപ്പം നിലവിൽ അവിടെയുള്ള മരം മുറിക്കുന്നതിനും മരം മുറിച്ചതിന് തോട്ടത്തിന്റെ ആവശ്യം ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. എന്റെ കാതലായ മറ്റു ചോദ്യങ്ങൾക്കുള്ള മറുപടി, നിങ്ങൾ നികുതി നൽകുന്നുണ്ടോ? നിങ്ങൾക്ക് ഈട് വെക്കാനുള്ള അവകാശം അനുവദിച്ചു തന്നിട്ടുണ്ടോ ഹൈക്കോടതി? നിങ്ങൾക്കത് കൈമാറ്റം ചെയ്യാനുള്ള അധികാരമുണ്ടോ? അല്ല, ഞങ്ങൾ അതിൻ്റെ അകത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റേറ്റിന്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ നികുതി കൊടുക്കുന്നുണ്ടോ? അത് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ നികുതി കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് ഈടായി വെക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് കൈമാറ്റം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? അല്ല, വേണു, അതിൻ്റെ ഒരു കാര്യമുണ്ട്. കൈമാറ്റം ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ള നിലവിലില്ല. കാരണം കോടതിയിൽ സ്റ്റേ ചെയ്യുന്നതാണ്. അതാണ് ഒന്ന്. കാരണം കോടതിയിലെ രാജമാണിക്യ റിപ്പോർട്ട് പ്രകാരം നിലവിലൊരു കേസ് നിലനിൽപ്പുണ്ട്. അപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസുള്ള ഒരു ലാൻഡ് ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ശരി ശരി. അപ്പോൾ അങ്ങനെയാണ് ആ ഹൈക്കോടതി വിധിയുടെ സത്ത പരോക്ഷമായി നിങ്ങൾ തന്നെ സാധൂകരിക്കുന്നത്. രാജമാണിക്യം റിപ്പോർട്ടാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ആന്റണി, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമാനത്താവളം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് പൂർണ്ണ പിന്തുണ ഒരു MP എന്ന നിലയിൽ താങ്കൾ നൽകുന്നത്? ഇതിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. വിമാനത്താവളം ഒരു പൊതു താല്പര്യമായിരിക്കുന്നത് പോലെ കേരളത്തിൻ്റെ ഭൂമിയും തോട്ടഭൂമിയും ഒരു പൊതു താല്പര്യമാണ്. അത് കാണാതെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പുറപ്പെടുന്നത് എന്തിനാണ് ഒരു വിമാനത്താവളത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ? അല്ല, മധ്യ തിരുവിതാംകൂറിൽ എവിടെ ഒരു വിമാനത്താവളം വരുന്നു എന്ന് പറയുമ്പോഴും ആ പ്രദേശത്തെ പ്രതികരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴീ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം കൊണ്ടൊന്നും എയർപോർട്ട് വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം ഏത് സമയത്തും ടേൺ അടിക്കാൻ യാതൊരു മടിയില്ലാത്ത ആളുകളാണ് ഇവരെല്ലാം. കാരണം ആറന്മുള എയർപോർട്ടിന് എല്ലാ അനുമതികളും കൊടുത്തത് അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റാണ്. ആ 2 വില്ലേജ് ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിച്ചതും ആ ഗവൺമെൻറ്റാണ്. അന്നത്തെ കമ്പനി അവർക്കാവശ്യമായിട്ടുള്ള സ്ഥലം മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് രേഖാമൂലം കൊടുത്തതും അന്നത്തെ ഗവൺമെൻറ്റാണ്. പിന്നീട് UDFൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ ആ സമീപനം മാറി. ആ തീരുമാനം കൊടുത്ത അതേ മുഖ്യമന്ത്രി അവിടെ സമരത്തിന് വന്നു. അതുപോലെ അവിടെ ആറന്മുളയിൽ സമരരംഗത്ത് ശക്തമായി നിന്ന് BJP എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താ? പ്രൈം മിനിസ്റ്റർ നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന കേരളത്തിലെ ഏക കമ്പനിയാക്കി ഇത് മാറ്റി. അന്ന് നിഷേധിച്ച എല്ലാ അനുമതികളും, ഡിഫൻസിൻ്റെ അനുമതി തിരിച്ചു കൊടുത്തു, എയർപോർട്ട് അതോറിറ്റി അനുമതി തിരിച്ചു കൊടുത്തു, എൻവയോൺമെൻറ്റിൻ്റെ അവരുടെ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഓഗസ്റ്റ് 2016 കൊടുത്തു. എല്ലാ അനുമതികളും അവർ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഇടതുമുന്നണി ഗവൺമെൻറ് NOC ക്യാൻസൽ ചെയ്തു. ഇതാണ് ആറന്മുള ഉണ്ടായത്.
അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് ഇവർ ഒരു പ്രാഥമിക അനുമതി കൊടുത്തു എന്നതിൽ പേരിൽ വികസനം നടക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം മധ്യതിരുവിതാംകൂറിനെ സംബന്ധിച്ച് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 4 കോടി ശബരിമല തീർത്ഥാടകർ വരുന്നൊരു പ്രദേശം. 2, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളൊരു പ്രദേശം. 3, കേരളത്തിലെ എയർ പാസഞ്ചേഴ്സിൻ്റെ 30% ആളുകൾ ആ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാട് വെച്ചാണ് ഞാനെപ്പോഴും വിമാനത്താവള പദ്ധതിയെ, അത് ചെറുവള്ളിയോ ഗവൺമെൻറ് നിർദ്ദേശിച്ച മറ്റു 4 സ്ഥലങ്ങളിലേതോ ഇനി പഴയ ആറന്മുളയോ എവിടെ വന്നാലും ഞാൻ പിന്തുണയ്ക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. ഈ 3 ഭാഗങ്ങളും കൂടി PH കുര്യൻ സമിതി പരിശോധിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ ഭൂമിയുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ സ്ഥലങ്ങളും തർക്കവിഷയം തന്നെയാണോ? എന്ന് വെച്ചാൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെതിന് സമാനമായ തർക്കങ്ങളുള്ള സ്ഥലം തന്നെയാണോ ഇവിടവും? പിന്നെ വേണു, ഈ സ്ഥലത്തെ സംബന്ധിച്ച് ക്ലാരിറ്റിയോടെ എയർപോർട്ടിന് വേണ്ടി ഒരു സ്ഥലം ശുപാർശ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഗവൺമെൻറ് ചെയ്യട്ടെ. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് നോക്കി യുക്തമായ ഒരു സ്ഥലം എയർപോർട്ടിന് വേണ്ടി ശുപാർശ ചെയ്യട്ടെ. ശരി, എയർപോർട്ട് വരട്ടെ. അത് നല്ല രൂപത്തിൽ അല്ല, ഈ പറയുന്ന പോലെ പ്രവാസികളെ സഹായിക്കുമെങ്കിൽ, ശബരിമല തീർത്ഥാടകരെ സഹായിക്കുമെങ്കിൽ എന്ന നിലയിലുള്ള താങ്കളുടെ കാഴ്ചപ്പാട് സ്വാഗതാർഹം. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ കാഴ്ചപ്പാട് മാത്രമല്ലല്ലോ താങ്കൾ വെച്ച് പുലർത്തേണ്ടത്. ഇവിടെ 8 ജില്ലകളിലായി 60,000-ഓളം ഏക്കർ ഹാരിസൺ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം വ്യാജരേഖകളുടെ പിൻബലത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വലിയ നിയമയുദ്ധം നടക്കുകയാണ്. ഇതിപ്പോൾ ഒരു വിമാനത്താവളം എന്ന നിലയിൽ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ 5.5 ലക്ഷം ഏക്കറിൻ്റെ കാര്യത്തിലാണ് നാം വിട്ടുവീഴ്ച ചെയ്യുന്നത്. ഇതിനത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ടാറ്റ അതിൻ്റെ ഗുണഭോക്താവാകും, ഹാരിസൺ അതിൻ്റെ ഗുണഭോക്താവാകും, അങ്ങനെ പലർ. അപ്പോൾ ഒരു വിമാനത്താവളം വരട്ടെ എന്ന് പറയുമ്പോൾ താങ്കൾ കണ്ണടയ്ക്കുന്ന ഈ വലിയ താല്പര്യം, അതിന് താങ്കൾ സ്വയം കാണുന്ന ന്യായീകരണം എന്താണ്? അല്ല, ഞാൻ ആദ്യം നിലപാടെടുത്തത് ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വിമാനത്താവളത്തിന് വേണ്ടിയാണല്ലോ. ആറന്മുള വിമാനത്താവളം, അന്ന് അവിടെ ഇല്ലാത്ത പ്രശ്നം അസത്യ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ, ജാതി പ്രചരണങ്ങൾ, ഇതെല്ലാം അഴിച്ചുവിട്ട് അതിനെ ഇല്ലെന്നാക്കാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടിക്കൊടുത്തല്ലോ. ഈ പറഞ്ഞ തർക്കങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ആ വന്ന സംരംഭകർ ഉണ്ടല്ലോ, അതൊരു തട്ടിപ്പ് സംരംഭകരായിരുന്നില്ലേ? അവർ ചുമതല ഏൽപ്പിച്ച് ഇതിന്റെ പാരിസ്ഥിതികാഘാത പഠനം ഉൾപ്പെടെ നടത്തിയ ആളുകൾക്ക് മതിയായ യോഗ്യതകളില്ലാത്ത വിഭാഗമായിരുന്നില്ലേ? ഞാൻ ഇടപെടുകയാണ്. ഞാനിപ്പോൾ ആറന്മുള തർക്കത്തിലേക്കല്ല പോകുന്നത്. ശ്രീ രാജു എബ്രഹാം MLA, താങ്കൾ ഈ കാര്യം മന്ത്രിസഭാ തീരുമാനം എന്ന നിലയിൽ വന്നപ്പോൾ തന്നെ പ്രതികരിച്ച ഘട്ടത്തിൽ ആത്മാഭിമാനത്തോടെ പറയുകയുണ്ടായി, ഞാനാണ് ഈ വിഷയം സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞ സ്ഥലമാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. അവിടേക്കാണ് ദാ വിമാനത്താവളം എന്ന നിലയിൽ ഇപ്പോൾ അഭിമാനാർഹമായ പദ്ധതിയുടെ പ്രഖ്യാപനം പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന്. ആരുടെ ഉടമസ്ഥതയാണെന്ന് കൂടി താങ്കൾ പറയാമോ? അതാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം? ചെറുവള്ളി എസ്റ്റേറ്റ് ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച ഒരു പോയിന്റാണ്. 2, ഞാൻ ലാഹെ എസ്റ്റേറ്റ് സൂചിപ്പിച്ചിരുന്നു. 3, കുമ്പഴ എസ്റ്റേറ്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. ഇതിൽ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ കണ്ടെത്തിയത് ചെറുവള്ളി എസ്റ്റേറ്റാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ചെറുവള്ളിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ല. അവിടെ കുന്നിടിക്കണ്ട, അവിടെ മലയിടിക്കണ്ട, അവിടെ കുടിയിറക്കില്ല. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സ്ഥലമില്ലാത്ത കേരളം, അത്തരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മധ്യ തിരുവിതാംകൂറിന്റെ ഒരു വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ഭൂവിസ്തൃതിയുടെ കാര്യം, അതുപോലെ തന്നെ 2 ദേശീയപാത, 5 സംസ്ഥാന പാത, അങ്ങനെ മഹിമകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ മഹിമകൾക്കൊക്കെ ആധാരമായ ആ ഭൂമി ഉണ്ടല്ലോ, അതാരുടെ ഉടമസ്ഥത? ഭൂമിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോ ജനങ്ങൾക്കോ ഏതെങ്കിലും ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനവും എടുക്കില്ല. അല്ല, അങ്ങനെയെങ്കിൽ ആ സ്ഥലം ആരുടേതാണ് എന്ന് കൃത്യമായി പറയണ്ടേ? ഒരു മന്ത്രിസഭ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുകയുണ്ടായല്ലോ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ പുലർത്തിയൊരു സുതാര്യതയുണ്ടല്ലോ. താങ്കൾ ആരോടും അടക്കം പറയുകയല്ല ചെയ്തത്. ആ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ ഒന്നിലധികം ഈ പറയുന്ന സ്ഥലങ്ങൾ എന്ന നിലയിൽ അത് മനസ്സിലാക്കുകയും അത് നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിക്കുകയുമാണ് ചെയ്തത്. താങ്കളുടെ നടപടികളിലൊക്കെ കാണുന്നൊരു വ്യക്തതയുണ്ട്. ഇവിടെ അങ്ങനെയാണോ ഈ മറുപടി വരുന്നത്? ഉത്തരവാദിത്തോടെ സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണ്ടേ? അല്ല, ഇപ്പോൾ
ഹൈക്കോടതിയുടെ തീരുമാനത്തിലിരിക്കുകയാണ്. അതിനകത്ത് ആ തീരുമാനമാണ് ഗവൺമെന്റ് ഹൈക്കോടതിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ഈ ഹാരിസന്റെ ഈ പറയുന്ന കള്ളക്കച്ചവടത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന തരത്തിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് എപ്പോഴായിരുന്നു ശ്രീ രാജു അബ്രഹാം? ഈ ഹൈക്കോടതിയിലേക്കുള്ളൊരു വിധിവിശ്വാസം എന്ന നിലയിലൊരു സമീപനം സർക്കാർ എടുത്തപ്പോഴല്ല. ഈ കാര്യത്തിൽ പഴുതടച്ചുള്ള നിയമപരമായ പിൻബലത്തോടെയുള്ള പരിശോധന നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ പിൻബലത്തോടെയുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ടായി സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പിൻബലത്തിലാണ് ഈ സർക്കാരിന് ഇപ്പോഴും അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് എന്താണ്? സുശീല ഭട്ടിനെ മാറ്റി. ഈ കാര്യത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയൊരു സ്ത്രീയായിരുന്നില്ലേ? മാറ്റുകയുണ്ടായല്ലോ. അത് നിങ്ങളുടെ വിവേചനാധികാരമാണെന്ന് പറഞ്ഞു. ഇതിലൊക്കെ പൊതു താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പദ്ധതി പ്രഖ്യാപിക്കാം, പക്ഷേ അത് എവിടെയാണെന്ന് വ്യക്തമാക്കുന്നില്ല. കോടതി പറയട്ടെ എന്ന് പറയുകയാണ്. കോടതിയിലും ഈ കൂട്ടുകച്ചവടം ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു? കോടതിയല്ല പറയുന്നത്. അവിടെ നിങ്ങളും ഈ എതിർകക്ഷിയും തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടാകില്ല എന്നെങ്ങനെ കരുതാൻ കഴിയും? കാരണം വ്യക്തതയില്ലല്ലോ ഈ കാര്യങ്ങളിലൊന്നും. LDF സർക്കാരിന് അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിമാർക്കൊന്നും ആരുടെയും പണത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളതിന് എതിരാണെന്ന് വേണമെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയാണ്. അതിനകത്ത് തർക്കം എന്താ? ബിലീവേഴ്സ് ചർച്ചിൻ്റെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് ആണ് കേസുകൾ നടക്കുന്നത്. ആ കേസിൻ്റെ വിധിയിൽ ഇത് ഗവൺമെൻറ് ലാൻഡാണ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണെങ്കിൽ ഗവൺമെൻറ് ആ സ്ഥലം എടുക്കും. അതിനകത്ത് എന്താ വ്യത്യാസം? ഗവൺമെൻറ് അഭിപ്രായം ഗവൺമെൻറ്റാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. പക്ഷേ വളരെ വ്യക്തമാണ്, സർക്കാർ സ്ഥലമാണെങ്കിൽ ആ സ്ഥലം സർക്കാർ എടുക്കും. അതല്ല ഇനിയും ബിലീവേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ മാത്രമേ വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് പോകേണ്ടതുള്ളൂ. അതിനകത്തൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു അബ്രഹാം, ഇത് വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമോ ഹൈക്കോടതിയിൽ? അങ്ങനെയെങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ഹാരിസൺ കേസുകളുടെ നടത്തിപ്പിലുണ്ടായിരിക്കുന്ന അലംഭാവം എത്രത്തോളമാണ്? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഹാരിസന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം എടുത്ത നടപടികളുണ്ട്. ഇപ്പോൾ TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ രാജമാണിക്യം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റേ സമ്പാദിച്ചിട്ടുണ്ടോ? നാം അത് വെക്കേറ്റ് ചെയ്യാൻ നീക്കം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സ്പെഷ്യൽ ഈ പറയുന്ന പ്രത്യേക അധികാരമുള്ള രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല എസ്റ്റേറ്റുകളിൽ നിന്നായി 15 ദിവസത്തിനകം ഒഴിയണം തുടങ്ങിയിട്ടുള്ള നടപടികളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ സ്റ്റേ സമ്പാദിച്ചവർക്കെതിരെ ഒരു നടപടിയിലേക്ക് നാം പോയിട്ടില്ല. ശക്തമായ സത്യവാങ്മൂലം നാം സമർപ്പിച്ചിട്ടില്ല. ഇവിടെ എന്നിട്ട് കണ്ണിൽ പൊടിയിടാനായത് ഏറ്റെടുക്കൽ നടപടി 15 ദിവസത്തിനകം ഒഴിയണം തുടങ്ങിയിട്ടുള്ള വീരസ്യം പറച്ചിലുകളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് സംശയാസ്പദം. ഒരിക്കലുമല്ല. ഈ ഗവൺമെൻറ്റിനെ വേണു സംശയിക്കേണ്ട. ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പ്രത്യേക ഗൂഢലക്ഷ്യങ്ങളോ ആരെങ്കിലും സഹായിക്കാനുള്ള നടപടികളോ ഒന്നുമില്ല. സുശീല ഭട്ട് അതിലും നല്ല വക്കീൽ വന്നില്ലേ? വക്കീലുമാർ വരും. വക്കീലുമാർ പ്രഗത്ഭരായ എത്രയോ അഡ്വക്കേറ്റുമാർ നമുക്കുണ്ട്. അവർ വരും. അങ്ങനെയൊന്നും നിഷേധിക്കരുതേ ശ്രീ രാജു അബ്രഹാം. അങ്ങനെയൊന്നും നിഷേധിച്ച് കളയേണ്ട ഒരാളല്ല സുശീല ഭട്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രത്യേക താല്പര്യമെടുത്താണ് ഇങ്ങനെ സ്പെഷ്യൽ പ്ലീഡറായി, ഗവൺമെൻറ് പ്ലീഡറായി സുശീല ഭട്ടിനെ വെക്കുന്നത്. ഒരു ഘട്ടമായപ്പോൾ ഈ ഹാരിസൺ അടക്കമുള്ളവരുടെ ഭൂമിക്കൊള്ളയ്ക്കെതിരെ ക്രിമിനൽ നടപടികളുടെ സാധ്യതകൾ കൂടി ആ സർക്കാർ ആരായുകയുണ്ടായി. അതിൻ്റെ നിയമപരമായ പോരാട്ടത്തിനുള്ള അവസരവും സുശീല ഭട്ടിലേക്ക് തന്നെയാണ് നിക്ഷിപ്തമാക്കിയത്. അടൂർ പ്രകാശ് വരുന്ന ഘട്ടത്തിലാണ് രാജമാണിക്യത്തിന് പ്രത്യേക അധികാരത്തോടുകൂടി ഇതിൻ്റെ പരിശോധനയ്ക്കുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. നിങ്ങളെക്കാൾ ആർജവത്തോടെ ഈ കാര്യത്തിൽ നടപടിയെടുത്തിരിക്കുന്നത് മുൻ സർക്കാരാണ്. നിങ്ങൾ വന്നവരെ മാറ്റിയതിൻ്റെ കഥയാണ് പറയുന്നത്. വേണു, രാജമാണിക്യ റിപ്പോർട്ടിൻ്റെ പിന്നറകളിലേക്ക് നമുക്കൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഉപശാലകളിൽ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. രാജമാണിക്യ റിപ്പോർട്ട് വന്ന ശേഷം ഈ വസ്തു ഉടമകളോട് ചില ആളുകൾ ആവശ്യപ്പെട്ട കോടികളുടെ കഥകളൊക്കെ വേറെയുണ്ട്. അതുകൊണ്ട് അതത്ര സതുദ്ദേശത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നത് എന്നൊന്നും വലിയൊരു ചർച്ചയിലേക്ക് നമ്മൾ പോകാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ റിപ്പോർട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. നമ്മളൊരു റിപ്പോർട്ടും തള്ളിക്കളയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ
സാധ്യത കോടതിയുടെ പരിഗണനയിൽ ഞാൻ ഇരിക്കുന്നു. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ഈ രാജമാണിക്യം റിപ്പോർട്ടിന്റെ പിന്നിലെ കളി